വെൽക്കം ടു 7 ഡേ മിറക്കിൾസ് ചാനൽ. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ചോദ്യമായി അവശേഷിച്ചിട്ടുള്ള, എന്നാൽ ആരും വ്യക്തമായി പറഞ്ഞു തരാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പ്രണയത്തിലാകുന്നത്? ഇത് വെറുമൊരു തോന്നലല്ല, വെറുമൊരു ആകർഷണവുമല്ല. ഇതിന് പിന്നിൽ ശക്തമായ ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്, ചില രഹസ്യ കോഡുകളുണ്ട്. ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ നമുക്ക് പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മാജിക് എങ്ങനെ സംഭവിക്കുന്നു എന്ന് കാണാം. തയ്യാറല്ലേ? എങ്കിൽ തുടങ്ങിയാലോ പ്രണയത്തിൻ്റെ ഈ ആവേശകരമായ യാത്ര. പെൺകുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ സേഫ്റ്റി എന്നത് ആകർഷണത്തെക്കാൾ വളരെ വലുതാ. ഒരാൾക്ക് പ്രണയം തോന്നണമെങ്കിൽ ഏറ്റവും ആദ്യം ആ വ്യക്തിയിൽ വിശ്വസിക്കാൻ കഴിയണം. ഇത് ശാരീരികമായ സുരക്ഷിതത്വം മാത്രമല്ല, വൈകാരികമായ സുരക്ഷിതത്വം കൂടിയാണ്. സൈക്കോളജിയിൽ ഒരാൾ പ്രണയത്തിലാകുന്നതിൻ്റെ ആദ്യത്തെ പടി എന്നത് ഭംഗിയോ പണമോ അല്ല, അത് വിശ്വാസമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രണയം തുടങ്ങുന്നത് തന്നെ വൈകാരികമായ സുരക്ഷിതത്വം അവൾക്ക് ലഭിക്കുമ്പോഴാണ്. ഈ വ്യക്തിയുടെ കൂടെ ഞാൻ സേഫാണ്, എനിക്ക് എന്നെ തന്നെ ആയിരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു തോന്നൽ. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളോടും കൂടി അവൾക്ക് നിൽക്കാൻ കഴിയണം. നിങ്ങൾ അവളുടെ രഹസ്യങ്ങൾ വിശ്വസിക്കുകയും അതിനെ വിധിക്കാതെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ പോലെ പ്രണയം ഉറയ്ക്കുകയാണ്. ആകർഷണം ഒരു മിന്നൽ പോലെ വരും, പക്ഷേ പ്രണയം നിലനിൽക്കണമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ മഴ പെയ്തേ തീരൂ. ഇത് കേവലം ഒരു ആൺ പെൺ ബന്ധമല്ല, ജീവിതം പങ്കുവെക്കാനുള്ള ഒരു ആഴത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. പെൺകുട്ടികൾ അറിയാതെ തന്നെ അവരുടെ സംസാര രീതി, വികാരങ്ങൾ, ലോകവീക്ഷണം എന്നിവയുമായി ഒത്തുപോകുന്നവരെ വേഗത്തിൽ ഇഷ്ടപ്പെടും. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന തോന്നൽ ബന്ധത്തിന് ഒരു ശക്തി നൽകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയാറേയില്ല. അതെന്തുകൊണ്ടാണ്? അവിടെയാണ് സൈക്കോളജിയിലെ മിററിംഗ് ഇഫക്റ്റ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ, അവൾ പറയുന്നത് പോലെ പ്രതികരിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചിരിക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ ചിന്തകളെ, വികാരങ്ങളെ, ശരീരഭാഷയെ പോലും അറിയാതെ മിറർ ചെയ്യുകയാണ്. അവൾ അറിയുന്നില്ല, പക്ഷേ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നു, ഇയാൾ എന്നെ പോലെയാ, ഇയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മാനസിക അടുപ്പം, ഈ ഒരു ആഴത്തിലുള്ള പൊരുത്തപ്പെടൽ ഒരു വലിയ വികാരമായി ഉള്ളിൽ വളർന്നു വരും. കാരണം നമ്മൾ എല്ലാവരും തിരയുന്നത് നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെയാണ്. ആ മനസ്സിലാക്കലാണ് പ്രണയമായി രൂപാന്തരപ്പെടുന്നത്. പ്രണയം ഒരു മരം പോലെയാ, അതിന് ദിവസവും വെള്ളം നൽകണം. അതാണ് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. ചില ദിവസങ്ങളിൽ മാത്രം വിളിക്കുന്നവനെയല്ല, എല്ലാ ദിവസവും ഒരു നിമിഷമെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നവനെയാ മനസ്സ് തേടുന്നത്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യമുണ്ട്, ബലഹീനതകൾ തുറന്നു കാട്ടാനുള്ള നിങ്ങളുടെ ധൈര്യം. ഒരു പുരുഷൻ തൻ്റെ വിഷമങ്ങളോ പരാജയങ്ങളോ ഭയങ്ങളോ ഒട്ടും പഠിക്കാതെ അവളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അവൾ നിങ്ങളെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടല്ല, മറിച്ച് ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് തന്നെ കാണുന്നു. ഇദ്ദേഹത്തിനും എന്നെ പോലെ വിഷമങ്ങളുണ്ട്, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ പ്രണയം ജനിപ്പിക്കും. ഓർക്കുക, സ്ഥിരതയും തുറന്നു പറച്ചിലുമാ പ്രണയത്തെ വളർത്തുന്ന രണ്ട് മാന്ത്രിക വിത്തുകൾ. പുരുഷന്മാർക്ക് ബയോളജിക്കലി ഒരു ഹീറോ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഒരു പെൺകുട്ടി പ്രണയത്തിലാകുന്നത് ആ വ്യക്തിക്ക് അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാൻ കഴിയുമ്പോഴാണ്. ഇത് കേവലം സഹായം ചോദിക്കലല്ല, മറിച്ച് താൻ മറ്റൊരാളുടെ ലോകത്തിൽ എത്രത്തോളം മൂല്യവത്താണ് എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിലാണ്. കൂട്ടുകാരെ, ഇവിടെയാ കളി മാറുന്നേ. സൈക്കോളജിയിൽ ഇതിനെ ഹീറോ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വിളിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവരെ സംരക്ഷിക്കുമ്പോഴാണ് പ്രണയം വരുന്നത് എന്നായിരിക്കും. എന്നാൽ പ്രണയം കൂടുതൽ ശക്തമാകുന്നത് നിങ്ങൾ അവളുടെ സഹായം ചോദിക്കുമ്പോഴാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ കാര്യം എനിക്ക് വേണ്ടി നീ ഒന്ന് ചെയ്തു തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അവളുടെ മുന്നിൽ നിങ്ങളെ തന്നെ തുറന്നു കാട്ടുന്നു. ഒപ്പം അവളുടെ കഴിവിലും നിങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഞാൻ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്ന ചിന്ത ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. നിങ്ങളുടെ ലോകത്തിൽ അവൾക്കൊരു ഇടം നൽകൂ. ആ നിമിഷം അവൾ നിങ്ങളുടെ ഹൃദയത്തിലും ഇടം പിടിച്ചിരിക്കും. അത് അവളുടെ മനസ്സിലെ ബയോളജിക്കലായുള്ള സംതൃപ്തിയാണ്. പ്രണയം ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാ. നിങ്ങൾ നിരന്തരം അതിൽ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ അത് കാലക്രമേണ ശൂന്യമാകും. ഈ നിക്ഷേപം പണമല്ല കേട്ടോ, വൈകാരികമായ എനർജിയാ. ഒരുമിച്ചിരുന്ന് നിങ്ങൾ എത്രത്തോളം ചിരിച്ചു, നിങ്ങൾ എത്ര ആഴത്തിൽ സംസാരിച്ചു, ഒരുമിച്ചുണ്ടാക്കിയ എത്ര നല്ല ഓർമ്മകളുണ്ട്. ഇതിനെ റെസിപ്രോക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കും മനഃശാസ്ത്രത്തിൽ. അവൾ നിങ്ങളുമായി സന്തോഷത്തോടെ സംസാരിക്കുന്ന ഓരോ തവണയും, നിങ്ങൾ ഒരുമിച്ച് ഒരു തമാശ ആസ്വദിക്കുമ്പോഴും അവളുടെ ബ്രെയിൻ അറിയാതെ തന്നെ ഡോപ്പമൈൻ
ഡോപ്പമൈൻ എന്ന ഹാപ്പി ഹോർമോൺ പുറത്തുവിടുകയാണ്. അവളുടെ ബ്രെയിൻ അറിയാതെ നിങ്ങളെ സന്തോഷവുമായി കണക്ട് ചെയ്യുന്നു. ഓ, ഇയാളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കുന്നല്ലോ, ശാന്തത തോന്നുന്നല്ലോ എന്നൊരു ചിന്ത അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിയും. ഈ പോസിറ്റീവ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളോടുള്ള വെറും ആകർഷണം ഒരു ആഴമേറിയ പ്രണയമായി മാറും. കൊടുക്കൽ വാങ്ങലുകൾ പ്രണയത്തെ വളർത്തുന്നില്ല, വൈകാരികമായ കൊടുക്കൽ വാങ്ങലുകളാണ് പ്രണയത്തെ കെട്ടിപ്പടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതം എങ്ങോട്ട് പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് അത്യാവശ്യമാണ്. പ്രണയത്തിലും ഇത് വളരെ പ്രധാനമാണ്. പെൺകുട്ടികൾ പ്രണയിക്കുന്നത് വെറുമൊരു നിമിഷത്തിന് വേണ്ടിയല്ല, മറിച്ച് ഭാവിക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പേസിങ് ചെയ്യുമ്പോൾ, അതായത് നമുക്കൊരു കോഫി ഷോപ്പ് ഇട്ടാലോ, അല്ലെങ്കിൽ അടുത്ത വെക്കേഷന് നമുക്ക് അവിടേക്ക് പോയാലോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഈ പേരിടാം എന്നൊക്കെ വെറുതെ തമാശയ്ക്ക് പറയുമ്പോഴും അവരുടെ മനസ്സ് അറിയാതെ തന്നെ നിങ്ങളോടൊപ്പമുള്ള ഒരു ഭാവി ചിത്രം വരച്ചെടുക്കുക. ഈ വാക്കുകൾ, ഈ കാഴ്ചപ്പാടുകൾ അവൾക്ക് നൽകുന്നത് സ്ഥിരതയുടെയും ഉറപ്പിൻ്റെയും ഒരു വലിയ ആശ്വാസമാണ്. ഇയാൾ എന്നെ എൻ്റെ ഭാവിയുടെ ഭാഗമായി കാണുന്നു എന്ന ചിന്ത വെറും തോന്നലുകളെ ഉറച്ച പ്രണയമാക്കി മാറ്റും. കാരണം പ്രണയം എന്നത് ഇന്നത്തെ സന്തോഷം മാത്രമല്ല, നാളത്തെ പ്രതീക്ഷ കൂടിയാണ്. നിങ്ങൾ ആ പ്രതീക്ഷയെ അവൾക്ക് നൽകുന്നതെങ്കിൽ അവൾ തീർച്ചയായും പ്രണയത്തിലാകുക തന്നെ ചെയ്യും. പ്രണയം യഥാർത്ഥത്തിൽ ഒരു കെമിക്കൽ കോക്ടെയിലാണ്. നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തിരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ശരീരം ചില മാജിക് ഹോർമോൺസ് ഉണ്ടാക്കും. അതിൽ പ്രധാനിയ ഓക്സിറ്റോസിൻ അഥവാ ചേർത്ത് നിർത്തലിൻ്റെ ഹോർമോൺ. ഈ ഹോർമോൺ പുറത്തു വരുമ്പോഴാണ് സുരക്ഷിതത്വത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒരു ആഴമായ തോന്നൽ ഉണ്ടാകുന്നത്. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ കാണുന്ന അതേ കെമിസ്ട്രിയാണ്. കൂടാതെ കൂടെയുള്ളപ്പോൾ സന്തോഷം നൽകുന്ന ഡോപ്പമൈൻ, ദീർഘകാല ബന്ധങ്ങൾക്ക് സഹായിക്കുന്ന വാസോപ്രസിൻ എന്നിവയൊക്കെ ചേരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരം അറിയാതെ പറയും, ഇയാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്, സമാധാനമാണ്. ആകർഷണം എന്നത് കണ്ണിൻ്റെ പ്രതികരണമാണ്, പക്ഷേ പ്രണയം ബ്രെയിനിലെ ആഴത്തിലുള്ള കെമിക്കൽ റിയാക്ഷനാണ്. ഈ ഹോർമോൺ പ്രവാഹമാണ് അവളെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനെ തള്ളിക്കളയാനാകില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നമുക്ക് ഒരു നിമിഷം കുട്ടിക്കാലത്തിലേക്ക് പോകാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഇവിടെ എന്താ പ്രസക്തി എന്ന്. ഉണ്ട് സുഹൃത്തുക്കളെ, ഇവിടെയാണ് അറ്റാച്ച്മെന്റ് തിയറി എന്ന സൈക്കോളജിക്കൽ സത്യം കടന്നു വരുന്നത്. ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ ആദ്യം കണ്ടുമുട്ടുന്ന പ്രധാന പുരുഷൻ പലപ്പോഴും അവളുടെ അച്ഛനോ അല്ലെങ്കിൽ അവളെ സംരക്ഷിച്ച മറ്റൊരാളോ ആയിരിക്കും. ഈ വ്യക്തിയുമായി കുട്ടിക്കാലത്ത് അവൾക്കുണ്ടായിരുന്ന വൈകാരിക ബന്ധം മുതിർന്നു കഴിഞ്ഞാൽ അവൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളിയിൽ ഒരു മാതൃക തിരയാൻ കാരണമാകും. നിങ്ങൾ അവളുടെ അച്ഛനെ പോലെ പെരുമാറുന്നു എന്നല്ല ഇതിനർത്ഥം, മറിച്ച് കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പിന്തുണയുടെയും വൈകാരികമായ പാറ്റേണുകൾ നിങ്ങളിൽ അവൾ അറിയാതെ കണ്ടെത്താൻ ശ്രമിക്കും. ചിലപ്പോൾ ആ പാറ്റേണിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ ഒരാളെ ആകാം അവൾ തിരഞ്ഞെടുക്കുന്നത്. അത് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട സുരക്ഷിതത്വം നികത്താൻ വേണ്ടിയായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ പ്രണയം എന്നത് ഇന്നത്തെ നിമിഷം മാത്രമല്ല, അവളുടെ കഴിഞ്ഞ കാലവും കൂടി ചേർന്ന ഒരു വികാരമാണ്. ആ പഴയ മുറിവുകൾ നിങ്ങൾക്ക് ഉണക്കാൻ കഴിയുമെങ്കിൽ ആ ബന്ധം പ്രണയമായി തന്നെ മാറും. പ്രണയം ഒരു നദി പോലെയാ. അത് ഒരു സ്ഥലത്ത് കെട്ടി നിൽക്കുന്നില്ല, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു പെൺകുട്ടി പ്രണയത്തിലായി എന്ന് പറയണമെങ്കിൽ അവൾ അട്രാക്ഷന്റെ ഘട്ടം കടന്ന് ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടെ പ്രധാനം മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഭയങ്ങൾ, ആഴത്തിലുള്ള ചിന്തകൾ എന്നിവയൊക്കെ പങ്കുവെക്കുമ്പോൾ നിങ്ങളോടുള്ള അവളുടെ അടുപ്പം ഒരു പുതിയ തലത്തിലേക്ക് വളരുന്നു. വെറും പ്രണയമല്ല, അർപ്പണബോധമാണ്. നമുക്ക് ഒന്നായി ജീവിക്കാം, നല്ലതിലും അല്ലാത്തതിലും എന്നൊരു മാനസികമായ തീരുമാനം. അവസാനം ഈ പ്രണയം ദൃഢമായ സൗഹൃദമായി മാറും. അവിടെ ആകർഷണം കുറഞ്ഞേക്കാം, പക്ഷേ വിശ്വാസവും പരസ്പര ബഹുമാനവും നിങ്ങൾ ഒന്നിച്ചെടുത്ത അനുഭവങ്ങളും ചേരുമ്പോൾ ആ ബന്ധം പാറ പോലെ ഉറയ്ക്കും. ഈ യാത്രയിൽ വെറും ലവേഴ്സ് എന്നതിലുപരി നിങ്ങൾ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറണം. ആ പരിണാമത്തിന് നിങ്ങൾ തയ്യാറാകുമ്പോൾ പെൺകുട്ടികൾ നിങ്ങളുമായി പ്രണയത്തിൽ വീഴുക മാത്രമല്ല, മറിച്ച് സമാധാനത്തിൽ സ്ഥിരതാമസമാക്കുകയാണ് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പ്രണയത്തിൻ്റെ ഏറ്റവും ആഴമായ ലോകത്തിലൂടെ സഞ്ചരിച്ചു. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, പ്രണയം എന്നത് ഒരൊറ്റ വികാരമേ അല്ല. അത് സുരക്ഷിതത്വം, വിശ്വാസം, കെമിക്കൽ റിയാക്ഷൻസ്, കുട്ടിക്കാലത്തെ ഓർമ്മകൾ, പിന്നെ ഏറ്റവും പ്രധാനം തുടർച്ചയായ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയുടെ ഒരു കൂടിച്ചേരല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ പാറ്റേണുകൾ തിരിച്ചറിയൂ. ഓർക്കുക, സ്നേഹിക്കുക എന്നാൽ അവരെ മനസ്സിലാക്കുക എന്നതാണ്. അവരുടെ ലോകം കാണുക, അവർക്ക് സുരക്ഷിതത്വം നൽകുക. നമ്മൾ ഈ പഠിച്ച പാഠങ്ങളെല്ലാം പ്രണയത്തിൽ പ്രയോഗിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ?
എങ്കിൽ തുടങ്ങൂ. നിങ്ങൾക്കായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ മനസ്സിലേക്ക്. പ്രണയം ഒരു മാന്ത്രിക വിദ്യയല്ല, അതൊരു സയൻസാണ്, ഒരു ആർട്ടാണ്. ഈ അറിവ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രകാശം ചൊരിയട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.